കാനഡിയൻ യാത്രകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ കാനഡയിൽ ലീഗലായി എങ്ങനെ വിവാഹം കഴിക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം 2024 ആദ്യമായിരുന്നു ഞങ്ങളുടെ വിവാഹം നോവസ്കോഷ്യയിലെ ഹാലിഫാക്സ് വെച്ച് കഴിഞ്ഞത്. ഇതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോവസ്കോഷ്യയിലുള്ളവരാണ് എങ്കിൽ ആക്സസ് നോവസ്കോഷ്യയിൽ പോവുക എന്നുള്ളതാണ്. ആക്സസ് നോവസ്കോഷ്യയിലെ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ടോക്കൺ ലഭിക്കും. ആ ടോക്കണുമായാണ് നമ്മൾ കൗണ്ടറിലേക്ക് ചെല്ലേണ്ടത്. കൗണ്ടറിലാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. 16 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് ലീഗലായി വിവാഹം കഴിക്കാം. വിവാഹം കഴിക്കണമെങ്കിൽ പാരൻസിൻ്റെയോ അതല്ലെങ്കിൽ ഗാർഡിയൻ്റെയോ ഒരു റിട്ടേൺ കൺസെൻറ്റ് ആവശ്യമാണ്. 19 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർക്ക് വിവാഹം കഴിക്കുന്നതിന് യാതൊരുവിധ നിയമ തടസ്സവുമില്ല. കൗണ്ടറിൽ നിന്നും മാരേജ് ലൈസൻസിലുള്ള ആപ്ലിക്കേഷൻ ഫോം ലഭിക്കും. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഗവൺമെൻറ് ഇഷ്യൂഡ് ID-യും മുൻപ് വിവാഹം കഴിച്ചവരാണ് ഡിവോഴ്സ്ഡ് ആണെങ്കിൽ ആ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റും കൂടി ഇതിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് വെരിഫൈ ചെയ്യും. മറ്റ് ഇഷ്യൂസൊന്നും ഇല്ല എങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ആയ $132 പേ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് അവേ നമുക്ക് മാരേജ് ലൈസൻസ് ലഭിക്കും. അതല്ല മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുത്തേക്കാം. മാരേജ് ലൈസൻസ് കിട്ടി എന്ന് കരുതി നിങ്ങൾ വിവാഹിതരായി എന്നല്ല അതിനർത്ഥം നിങ്ങൾക്ക് ലീഗലായി വിവാഹം കഴിക്കാനുള്ള അനുമതി ലഭിച്ചു എന്നാണ്. മാരേജ് ലൈസൻസ് എന്നാണോ ലഭിച്ചത് അന്ന് മുതൽ 3 മാസത്തേക്കാണ് ഇതിൻ്റെ വാലിഡിറ്റി. 2 ഓപ്ഷനാണ് നമുക്ക് വിവാഹം കഴിക്കുന്നതിനുള്ളത്, റിലീജിയസ് ഓർ സിവിൽ സെറിമണി. ഞങ്ങൾ കോർട്ട് ഹൗസ് വെഡ്ഡിംഗ് ആണ് ചൂസ് ചെയ്തിരുന്നത്. ആക്സസ് നോവസ്കോഷ്യയിൽ നിന്നും കോർട്ട് ഹൗസ് വെഡ്ഡിംഗ് ബുക്ക് ചെയ്യുന്നതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് അന്ന് തന്നെ അവർ തന്നിരുന്നു. ബുക്ക് ചെയ്യുന്നതിനായി ഈ ഒരു നമ്പറിൽ വിളിച്ചപ്പോൾ തന്നെ അവർ നമ്മളെ ഇൻഫോം ചെയ്യുകയുണ്ടായി. ഇൻക്ലൂഡിങ് ബ്രൈഡ് ആൻഡ് ഗ്രൂം 12 പേരെയാണ് അവർ അലോ ചെയ്യുകയുള്ളൂ. ഈ സെറിമണിക്ക് 2 പേര് സാക്ഷികളായി സൈൻ ചെയ്യാനുണ്ടാവണം. സിവിൽ വെഡ്ഡിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് കോർട്ട് ഹൗസിൽ പോയി വെഡ്ഡിംഗ് നടത്താം. അതല്ല എങ്കിൽ അവരെ നമ്മൾ എവിടെയാണോ സെറിമണി നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സെറിമണിയുടെ അവസാനം നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കും.